Hello guys, I am here the Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണ പറഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരുന്നു വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ. ഗൈസ് നാളെ എന്ത് വരും എന്നുള്ള ഡൗട്ടിലാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. തൊണ്ടൊക്കെ ചെറുതായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് പറ്റേ. നമുക്ക് എന്തായാലും വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, പ്ലെയർ ഓഫ് ദി വീക്കാണ്. പ്ലെയർ ഓഫ് ദി വീക്ക് ഈ 3 ഷാഡോസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ് അറിയാൻ കാത്തുകാണെന്ന് അറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. അതൊന്ന് സസ്പെൻസ് ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. പിന്നെ വരാൻ സാധ്യതയുള്ള പാക്ക് എന്ന് പറയണേ ഇതാ സ്പെയിൻ്റെ 2010 ഇതാണ്. ഇനിയസ്റ്റൻ്റെ ആ ഒരു കിടിലം ഗോളോട് കൂടിയാണല്ലോ ജയിച്ചത്. അതുകൊണ്ട് ഇനിയസ്റ്റൻ്റെ ഒരു കാർഡ് വരാൻ സാധ്യതയുണ്ട്. മാഗ്നറ്റിക് ഫീറ്റ് പ്ലസ് ഫിനോമിനൽ പാസ്. പിന്നെ ഡേവിഡ് വിയ വരാൻ സാധ്യതയുണ്ട്. ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് ബ്ലിറ്റ്സ് കോൾ. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബ്ലിറ്റ്സ് കോൾ അടിച്ചാൽ ഗോൾ ഉറപ്പാണ്, കാരണം എന്താ വെച്ചാൽ ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. പിന്നെ ഷാവി വരാൻ സാധ്യതയുണ്ട്. അത് ഫിനോമിനൽ പാസ് പ്ലസ് അറ്റാക്ക് ട്രിഗറാണ്. പിന്നെ ബുസ്കറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതോ വേറെ ഏതല്ല, വിഷണറി പാസ് പ്ലസ് ലോങ് റീച്ച് ടാക്കിളാണ്. പിക്ക് വരാൻ സാധ്യതയുണ്ട്. അതും ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീച്ച് ടാക്കിളാണ്. പിന്നെ കസ്യാസും വരാൻ സാധ്യതയുണ്ട്, GK ഡയറക്റ്റ് ഡിഫൻസ്. പിന്നെ നമ്മളെ ഒഫീഷ്യൽ പേജ് കൊണാമി പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. കിക്ക് ഓഫിൻ്റെ അർജൻറ്റീനയും സ്പെയിനും ബ്രസീലും പോർച്ചുഗലത്തെ അർജൻറ്റീനത്തെ ആൾക്കാരുണ്ട്. ലാമിയമാലും നെയ്മറും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് നാളെ അല്ലാണ്ട് വരും, ജൂൺ 2-നും 3-നും അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാറ് മെസ്സി, ലാമിയമാൽ, നെയ്മറിൻ്റെ ഒരു കാർഡ് വരാൻ സാധ്യതയുണ്ട്. ഒരു 3 ഒരു കാർഡ് തരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പാക്സ് നോക്കുകയാണെങ്കിൽ ഇറ്റലി, ഇത് കഴിഞ്ഞ കൊല്ലം വന്നാട്ടോ, ഇറ്റലിൻ്റെയും ബെൽജിയത്തിൻ്റെയും ഇത് രണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മോഡലിലാവട്ടെ വരിക, അതാ ഉദ്ദേശിച്ച്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ കോച്ച് ഇതാ പോകാനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആഴ്സണൽ ജയിച്ചതിൻ്റെ ഇതിൽ ആഴ്സണൽ വെങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കോച്ചിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ജോസെ മൗറിഞ്ഞോ വരാൻ സാധ്യതയുണ്ട്. കോച്ചസിൽ ഗാസ്പറിനി വരാനും സാധ്യതയുണ്ട് നമുക്ക്. പിന്നെ ഇറ്റ്സ് എ റൂമർ കേട്ടോ, ഇത് റൂമറാട്ടോ എനിക്ക് കിട്ടിയതിൽ ഒരു ബെസ്റ്റ് റൂമറിലൊന്നാണിത്. കാരണം എന്താ വെച്ചാൽ ഈ പാക്കൊക്കെ വന്ന പൊളിക്കും. ജോർജ് ബെസ്റ്റ് പ്ലസ് പ്ലാറ്റീനി. ജോർജ് ബെസ്റ്റിന് ഫിനോമിനൽ ഫിനിഷിങ്ങും മാഗ്നറ്റിക് ഫീറ്റും, പ്ലാറ്റീനിക്ക് മൊമെൻ്റ് ഡ്രിബ്ലിങ്ങും ഫിനോമിനൽ പാസും. എസ്താവോ പ്ലസ് കോൾപാമർ. ആക്സലറേഷൻ പാസ് ബ്ലിറ്റ്സ് കോളറാണ് എസ്താവോക്ക്. വിഷണറി പാസ് പ്ലസ് അറ്റാക്ക് ട്രിഗർ കോൾപാമറും. ഇത് മറ്റേ കോച്ചൊക്കെ വരുമ്പോൾ ഉള്ളതാണ് കേട്ടോ. ഇത് നാളെ വരാൻ സാധ്യതയുണ്ട്. നാളെ അല്ലെങ്കിൽ 25 മെയ്നൊക്കെയാണ് പറയണത്, അറിയില്ല. അത് നമുക്ക് നോക്കാം എന്നാണ് വരിക എന്നൊക്കെ. 25 മെയ് തിങ്കളാഴ്ച ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പാക്കാണ് ഇത് എൻ്റെ ഊഹത്തിൽ ഗൈസ്. ഈ പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി സീസൺ ഓഫ് ഇറ്റാലിയൻ ലീഗ്
ഗൈസ് നാളെ ഇറ്റാലിയൻ ലീഗിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി സീസൺ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വേറെ ആരുമല്ല, ലൗട്ടാറോ മാർട്ടീനസ് വരാൻ സാധ്യതയുണ്ട്. ലൗട്ടാറോ മാർട്ടീനസ്, അതും ഗോൾ പോച്ചർ. പിന്നെ കെവിൻ യിൽഡിസ് വരാൻ സാധ്യതയുണ്ട്, അതും ഹോൾ പ്ലെയർ. നമുക്ക് പറ്റിയ കോച്ചസാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കണത്. സാബി അലോൺസോ പ്ലസ് കാപ്പല്ലോ. പിന്നെ റാബിയോട്ട് വരാൻ സാധ്യതയുണ്ട്, ബോക്സ് ടു ബോക്സ്. പിന്നെ റാസ്മസ് ഹൊയിലുണ്ട് വരാൻ സാധ്യതയുണ്ട്, ഗോൾ പോച്ചർ. നിക്കോളോ സാനിയോളോ വരാൻ സാധ്യതയുണ്ട്, ക്രിയേറ്റീവ് പ്ലേ മേക്കർ. പിന്നെ മാർക്കോ സൊർണച്ചി, ദ കീപ്പർ ഓഫ് അറ്റ്ലാന്റ, അറ്റാക്കിങ് ജി കെ എന്നുള്ള സ്കില്ലോട് വരും. പിന്നെ നമ്മളെ ജാമി വാഡി വരാണ്ട്, വാഡി വന്നാൽ കിഡ്ലാവും, പൊളിക്കും. ഗോൾ പോച്ചർ വരും. നിക്കോള വ്ലാസിക് വരാൻ സാധ്യതയുണ്ട്, ഹോൾ പ്ലെയർ ആണ്. അബേസിച്ചർ വരാൻ സാധ്യതയുണ്ട്, ബോക്സ് ടു ബോക്സ്. പിന്നെ മാർട്ടിൻ വരാൻ സാധ്യതയുണ്ട്, അറ്റാക്ക് ഫുൾ ബാക്ക്. ബിൽഡപ്പിൻ്റെ ഒരു മാരിയോ വരാൻ സാധ്യതയുണ്ട്. വിക്ടർ നെൽസൺ വരാൻ സാധ്യതയുണ്ട്, ബിൽഡപ്പ്. ജോൺ ലുമൂച്ചി വരാൻ സാധ്യതയുണ്ട്, ഡിസ്ട്രോയർ. പിന്നെ താരിഖ് മെലഹോവിച്ച് വരാൻ സാധ്യതയുണ്ട്, ബിൽഡപ്പ്. അനീസസു ദൗഗേസ് വരാൻ സാധ്യതയുണ്ട്, ഗോൾ പോച്ചർ. തൊള്ള കിട്ടാത്ത പേരാട്ടോ. ബലസ്ട്ര വരാൻ സാധ്യതയുണ്ട്, അതും ക്രോസ് സ്പെഷ്യലിസ്റ്റ്. ഫഗിയോളി വരാൻ സാധ്യതയുണ്ട്, ഓർക്കസ്ട്രേറ്റർ. ആൻഡ് ഡാനിയൽ വിയേഗ വരാൻ സാധ്യതയുണ്ട്, അറ്റാക്കിംഗ് ഫുൾ ബാക്ക്. ലാസ്റ്റ് ഡെൽ പ്രാറ്റോ, ബിൽഡപ്പ്. ഇവരൊക്കെയാണ് തരാൻ സാധ്യത. പിന്നെ നാളെ ആർസണൽ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള പാക്സിൽ ഒന്ന് ഇതാണ്. ആർസണൽ ജയിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് വിചാരിക്കുന്നു. പ്രീമിയർ ലീഗ് തൂക്കിയിട്ടുണ്ട് ആർസണൽ. എന്തായാലും വിളിച്ച് സാലിബ, ഡെക്ലാൻ റൈസ് ആൻഡ് ഇറ്റ്സ് ഹൂ ഫിറോണൽ പാസ് എന്നുള്ള സ്കില്ലോടെ ടൗൺ വരുന്നത്. ഹൂന്ന് എല്ലാവരും ഡൗട്ടാണ്, നമുക്ക് അറിയില്ല. വിഷണറി പാസ് പ്ലസ് ലോങ് റേഞ്ച് ടാക്കിൾ. ഈ ആർസണലിൻ്റെ പാക്ക് വരാൻ സാധ്യത കൂടുതലാണ് പറയാൻ വേറെ ഒന്നുമില്ല. കാരണം 22-23 കൊല്ലത്തിന് ശേഷമാണ് ഇവർ കപ്പടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും നാളെ ക്യാമ്പയിനൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മാർട്ടിൻ ഒഡേഗാർഡിന് ഒരു ഷോർട്ട് ടൈം കാർഡും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ നേരത്തെ നോക്കിയത് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കേട്ടത്. പ്ലെയർ ഓഫ് ദി വീക്ക് ആദ്യം ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് നോക്കാം ഗൈസ്. വിനീഷ്യസ് ജൂനിയർ വരാൻ സാധ്യതയുണ്ട്, റാഫീഞ്ഞ വരാൻ സാധ്യതയുണ്ട്, ആൻ്റോണി സെമിയോ വരാൻ സാധ്യതയുണ്ട്, ഗ്രീസ്മാൻ വരാൻ സാധ്യതയുണ്ട്, വാട്കിൻസ് വരാൻ സാധ്യതയുണ്ട്, അമീർ റഹ്മാനി വരാൻ സാധ്യതയുണ്ട്, ഗ്ലാൻഷൂല മാൻസീന് വരാൻ സാധ്യതയുണ്ട്, ഒസ്യൂല വരാൻ സാധ്യതയുണ്ട്, ലുക്ഷോ വരാൻ സാധ്യതയുണ്ട്, കൗട്ടോ വരാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് അതേമാതിരി തന്നെയാണ്, അവർ തന്നെയാണ് ഒബ്ലാക്ക്, വാട്കിൻസ് അവർ തന്നെ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. റാഫീഞ്ഞ അതുകൊണ്ടാണ് വരുന്നത്. ഒബ്ലാക്ക് 11 സേവ് നടത്തിയിട്ടുണ്ട്. വാട്കിൻസൊക്കെ എന്തിനാണ് വരുന്നത് ചോദിക്കും ചിലർ. 2 ഗോളും 1 അസിസ്റ്റും ചെയ്തിട്ടുണ്ട്. മാൻസീനി 2 ഗോള്, MC ടൊമിനെ 1 ഗോൾ, ലുക്ഷോ 1 ഗോൾ, പെർസിച്ച് 2 അസിസ്റ്റ്. പിന്നെ ജൂലിയോ അസൻസിയോ 3 അസിസ്റ്റ്, ലഫി 1 ഗോളും 1 അസിസ്റ്റും, 2 ഗോള് സയ്യിദ്, വില്ലസോള 2 ഗോള്. ഇതാണ് മറ്റേ ഷേഡോ നമ്മൾ ആദ്യം കാണിച്ചു തരുന്നിട്ടാ. ബ്രൂണോ ഫെർണാണ്ടസ്, മൊറീട്ട, മാൻസീനി ഇവരൊക്കെയാണ് വരാൻ സാധ്യത. ഇതിൻ്റെ ലുക്ഷോ ഇല്ലേ, ഈ ലുക്ഷോ ഉണ്ടാവില്ല, അതിൻ്റെ പകരമാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കൊടുത്തുകൊണ്ട്. പിന്നെ നമ്മളെ സ്പോർട്ടിങ്ങിൻ്റെ മൊറീറ്റ, മാൻസീനി ആണ് വരാൻ സാധ്യത. പിന്നെ ഗൈസ് മാച്ച് മേക്കിംഗ് ഓൺ സ്മാർട്ട് അസിസ്റ്റ് സെറ്റിങ്സ്. സ്മാർട്ട് അസിസ്റ്റിൻ്റെ ഫിൽറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് നാളെ വരില്ല, ജൂൺ 2-3 വരാൻ സാധ്യത. സ്മാർട്ട് അസിസ്റ്റിൽ കളിക്കണവർ വിചാരിക്കണം അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഒക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, സ്മാർട്ട് അസിസ്റ്റ് കളിക്കണവരുണ്ടെങ്കിൽ ഓരോന്ന് കേട്ടിട്ട് അപ്പോൾ തന്നെ അടിച്ചുവിടാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം ഇതിപ്പോൾ ഉപദേശിക്കാൻ വരണോ ഒന്നുമല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞാൽ സ്മാർട്ട് അസിസ്റ്റിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ നമ്മളായിട്ട് കളിക്കണമല്ല, ഇതിനെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്, അങ്ങനെയും പറയാം. നിങ്ങളെ കളിയല്ല അത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സെൻറ്റർ ബാക്കിലിട്ട് തട്ടി കളിക്കുകയാണ്, അതിനിടെ നമ്മൾ ക്ലിയർ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യൂല, നമ്മൾ ഫാസ്റ്റ് മെല്ലെ കളിക്കുള്ളൂ. പക്ഷേ സ്മാർട്ട് അസിസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവും. എങ്ങനെ ബാക്കിലാണ് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങളൊക്കെ വെച്ചാൽ സ്മാർട്ട് അസിസ്റ്റിൽ അല്ലാത്തവരൊക്കെ വെച്ചാൽ വേറെ അങ്ങനെയില്ല, അവിടെ വരെ സെൻറ്റർ ഫോർവേഡ് വരെ കഷ്ടിച്ച് അറ്റാക്ക് ചെയ്യും. അത് സ്മാർട്ട് അസിസ്റ്റിലുള്ളവരും ചെയ്യും കേട്ടോ. എന്നിട്ട് കറക്റ്റ് പവർ നോക്കി ടെസ്റ്റ് ചെയ്ത മാതിരി സ്റ്റണ്ണിങ് അല്ലെങ്കിൽ കേളി ഞങ്ങളടിക്കണം, ഞങ്ങൾ തന്നെ ആക്കിയാണ്ട് അടിക്കണം. അതാണ് റിയൽ നമ്മളെ കളി എഫേർട്ട് അവിടെ പുറത്ത് തന്നെ പറഞ്ഞത്.
പക്ഷേ സ്മാർട്ട് അസിസ്റ്റിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ഷോട്ടൊന്ന് വെറുതെ പോയിക്കൊണ്ട് തൊട്ടെടുത്താൽ മതി, ഒരെണ്ണ ആയിക്കോളും. ഒരെണ്ണ ആ പവറൊക്കെ കറക്റ്റിന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരെണ്ണ ഇടും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഗ്രൗണ്ടിലൂടെ ത്രൂ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഫുൾ പവറിൽ കൊടുക്കണമെങ്കിൽ അത് സ്മാർട്ട് അസിസ്റ്റിൽ കഴിയില്ല. അതൊന്ന് വെക്കി നിങ്ങൾ പൊന്തി പോവും. കാരണം എന്താ, സ്മാർട്ട് അസിസ്റ്റ് അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു തന്നെയാണ് സ്മാർട്ട് അസിസ്റ്റ്. സെറ്റിങ്സ് വരുന്നുണ്ട്, നല്ലതാണ് ഗൈസ്. 200 പ്ലെയർ പാക്ക് ഇത് വരാൻ സാധ്യത കേട്ടോ. 2 എപ്പിക്ക് 2 ഷോർട്ട് ടൈം ന്യൂ മാനേജർ. ആരാ നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്ക്, ആരാവും ഗസ് ചെയ്യാം ഗൈസ്. അറ്റ് ലാസ്റ്റ് മാർട്ടിനെലി, കഹേച്ചി ഇവർ രണ്ടാളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാറില്ല. ഇവർ രണ്ടാളും വന്നിക്കണേ. അതും നമ്മളെ ഗൂഗിളിൽ ഈ ഫുട്ബോളിൻ്റെ പേജിലാണ് വന്നിട്ടുള്ളത്. ഇവരെങ്ങനെ എടുക്കുക വെച്ചാൽ, നിങ്ങളെ ഇത് ഇന്ത്യയാണ് നമ്മളിതൊക്കെ ഉണ്ടെങ്കിൽ ബ്രസീലാക്കണം നമ്മളെ ഇത് അതിന് മാറ്റാനും കഴിയില്ല. തുർക്കി ആക്കണം ഇവരെ എടുക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.